ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബജിയുടെ റെസിപ്പിയാണ് കേട്ടോ. കിഴങ്ങ് വെച്ചിട്ടുള്ള നല്ലൊരു ബജിയാണ്. ഞങ്ങളിതിനെ കിഴങ്ങ് കഴിച്ചെന്നാണ് കേട്ടോ പറയാറുള്ളത്. അപ്പോൾ കാസർഗോഡൻ സ്റ്റൈലിൽ ഞങ്ങൾ ചെയ്യാറുള്ള രീതിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കിലോ മധുരക്കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ലോണം വാഷ് ചെയ്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചുരണ്ടി ഇതുപോലെ നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെക്കുക. അപ്പോൾ മധുരക്കിഴങ്ങ് എന്താണ് എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അതിന് കൺഫ്യൂഷൻ വേണ്ട, ഇതാണ് മധുരക്കിഴങ്ങ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് കടലമാവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ 1/4 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് കടലമാവും 1/4 കപ്പ് മൈദയും ആണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ ഒരു ചെറിയ കഷ്ണം ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂണ് മുളക് പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ഇച്ചിരി കായപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മതിയാവും. കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ വേണ്ട കേട്ടോ, ഒരു നുള്ള് മതിയാകും. പിന്നെ വേണ്ടത് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്തിട്ട് നല്ല തിക്ക് മാവാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓൾമോസ്റ്റ് 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മാവ് ഒരുപാടങ്ങ് ലൂസാക്കി എടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് വെള്ളം മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പാകത്തിന് ആയി കിട്ടും ആ 1 കപ്പ് വെള്ളം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ അങ്ങനെ വെള്ളത്തിൻ്റെ അളവൊന്നും അങ്ങനെ നോക്കില്ലല്ലോ, ഇങ്ങനെ നമുക്കറിയാമല്ലോ ആ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇത് ഇങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വെള്ളത്തിൻ്റെ അളവൊക്കെ ഇങ്ങനെ കറക്റ്റ് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി. 1 കപ്പ് വെള്ളം പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഈ ഒരളവിൽ 1 കപ്പ് വെള്ളവും അതുപോലെ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ 1 കപ്പ് വെള്ളവും പിന്നെ വേറൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഏറ്റവും നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുത്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു കിഴങ്ങ് ഇതിലോട്ട് മുക്കി പൊരിച്ചെടുക്കാം. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. പിന്നീട് ഒന്ന് തീ കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇത് കണ്ടില്ലേ, ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് നമ്മൾ മുട്ടയൊക്കെ ചേർത്ത കൊണ്ട്. പിന്നെ നമ്മൾ ഫ്ലെയിം എപ്പോഴും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ഒരുപാട് ഫ്ലെയിം കൂടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതാക്കി വെക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണക്ക് നല്ല ചൂടുണ്ടായിരിക്കണം. പിന്നെ ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ആയിട്ടുണ്ട്, നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ 2 സൈഡും ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ ഇതായിട്ടുണ്ട്, നമുക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കിഴങ്ങ് ബജിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.